ഹായ് ഗെയ്സ്, വെൽക്കം ടു വീലിൻ. ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ചോദ്യം എന്നും നമ്മുടെ മനസ്സിൽ ഉണർന്നു വരാറുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുവാനായി മനുഷ്യൻ അനേകം കാലങ്ങളായി ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അന്യഗ്രഹ ജീവികളെ തേടിയുള്ള ഈ യാത്രയിൽ 1974 മനുഷ്യൻ ധീരമായ ഒരു ചുവടുവെപ്പും നടത്തുകയുണ്ടായി. ബഹിരാകാശത്തിൻ്റെ വിദൂരതയിലേക്ക് മറ്റൊരു ഗാലക്സിയെ ലക്ഷ്യമാക്കി ഒരു സന്ദേശം അയക്കുക. നമ്മുടെ നിലനിൽപ്പും നമ്മുടെ സ്ഥാനവും നമ്മുടെ അറിവും എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു കോസ്മിക് കത്തിന് സമാനമായി. ഈ സന്ദേശമാണ് അറൈസിബോ സന്ദേശം. ഒരു വശത്ത് സ്ഥിതിയുടെ ഭാഗമായി അന്യഗ്രഹ ജീവികളിൽ നിന്നുള്ള സന്ദേശങ്ങൾക്കായി നമ്മൾ ചെവിയോർത്തിരിക്കുമ്പോൾ, മറുവശത്ത് എന്തുകൊണ്ട് നമുക്കൊരു സന്ദേശം അങ്ങോട്ട് അയച്ചുകൂടാ എന്ന് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ചിന്തിക്കുകയുണ്ടായി. അവർക്കതിനുവേണ്ടി ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ റേഡിയോ ടെലിസ്കോപ്പുകളിലൊന്ന് അന്ന് ലഭ്യവുമായിരുന്നു. അറൈസിബോ ഒബ്സർവേറ്ററിൽ നിന്നും 1974 നവംബർ 16 നമ്മുടെ ഗ്രഹത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ദിനങ്ങളിലൊന്നായിരുന്നു. ഭൂമിയിൽ നിന്നും ഒരു സന്ദേശം പ്രപഞ്ചത്തിലേക്ക് തൊടുത്തുവിടുകയുണ്ടായി. എന്തായിരുന്നു ആ സന്ദേശത്തിനുണ്ടായിരുന്നത്? ഒരു പക്ഷേ നാളെ അതാർക്കെങ്കിലും ലഭിക്കുമായിരിക്കുമോ? എങ്ങനെയായിരുന്നു ആ സന്ദേശം രൂപകൽപ്പന ചെയ്തിരുന്നത്? നമുക്ക് അറൈസിബോ സന്ദേശത്തിലേക്ക് ഒരു യാത്ര പോകാം. മനുഷ്യൻ ഉത്ഭവിച്ച കാലം മുതൽ തന്നെ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. നമ്മളെന്നും മറ്റുള്ളവരെ അടുത്തറിയാനും ആശയവിനിമയം നടത്തുവാനും ആഗ്രഹിക്കുന്നവരുമാണ്. പ്രപഞ്ചത്തിൻ്റെ ഈ വിശാലതയിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യം നമ്മുടെ ഉത്ഭവത്തെയും ഭാവിയെയും കുറിച്ചുള്ള പല ചിന്തകളെ ആഴത്തിൽ പ്രേരിപ്പിക്കുന്ന ഒന്നുമാണ്. സെതി പോലുള്ള പ്രോജക്റ്റുകൾ അന്യഗ്രഹ ജീവികളിൽ നിന്നുമുള്ള റേഡിയോ സന്ദേശങ്ങൾക്കായി നിരന്തരമായി കാതോർക്കുമ്പോൾ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർക്ക് ഒരാശയം തോന്നുകയുണ്ടായി. എന്തുകൊണ്ട് നമുക്കവരോടൊരു ഹായ് പറഞ്ഞുകൂടാ? അറൈസിബോ സന്ദേശം ഒരു പതിവ് ആശയവിനിമയത്തിനുള്ള ശ്രമമായിരുന്നില്ല. മറിച്ച് ഇത് മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യയുടെയും ബുദ്ധിയുടെയും ഒരു പ്രദർശനം കൂടിയായിരുന്നു. അറൈസിബോ റേഡിയോ ടെലിസ്കോപ്പ് അന്ന് പുതുതായി നവീകരിച്ച സമയമായിരുന്നു. അതിൻ്റെ അതിശക്തമായ ശേഷി ലോകത്തെ അറിയിക്കാനുള്ള ഒരു പരീക്ഷണം എന്ന നിലയിലും കൂടിയായിരുന്നു ഈ സന്ദേശം അന്ന് അയക്കപ്പെട്ടിരുന്നത്. പ്ലൂട്ടോറിക്കയിലെ മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന 305 മീറ്റർ വ്യാസമുള്ള ഒരു ഭീമാകാരമായ റേഡിയോ ടെലിസ്കോപ്പായിരുന്നു അറൈസിബോ. പ്രകൃതിദത്തമായ ഒരു സിങ്ക്ഹോളിൽ നിർമ്മിച്ച ഈ ടെലിസ്കോപ്പ് ദശാബ്ദങ്ങളോളം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ ഡിഷ് റേഡിയോ ടെലിസ്കോപ്പായി നിലനിൽക്കുകയും ചെയ്തു. ഇതിൻ്റെ ശക്തിയാകട്ടെ അപാരവുമായിരുന്നു. വിദൂര ഗാലക്സികളിൽ നിന്നും വരുന്ന വളരെ സൂക്ഷ്മമായ റേഡിയോ തരംഗങ്ങൾ പോലും പിടിച്ചെടുക്കുവാനും തിരിച്ച് ശക്തമായ സിഗ്നലുകൾ അയക്കുവാനും ഇതിന് കഴിവുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 2020 ഈ ടെലിസ്കോപ്പ് പൂർണ്ണമായി തകരുകയും അതിൻ്റെ പ്രവർത്തനം എന്നേക്കുമായി നിർത്തലാക്കുകയും ചെയ്തു. സാങ്കേതികമായി വളരെ മുന്നേറി നിൽക്കുന്ന ഒരു അന്യഗ്രഹ ജീവികളിലേക്ക് നമ്മൾ എങ്ങനെ ആശയവിനിമയം നടത്തും? അവർക്ക് ഏത് ഭാഷയായിരിക്കും മനസ്സിലാകുക ഉണ്ടായിരിക്കുക? ഈ വെല്ലുവിളി ഏറ്റെടുത്തത് പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ ഡോക്ടർ ഫ്രാങ്ക് ഡ്രേക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും, പ്രത്യേകിച്ച് കാൾ സാഗനെ പോലെയുള്ളവരുമായിരുന്നു. അവർക്കറിയാമായിരുന്നു, സാധാരണ ഭാഷകൾക്കപ്പുറം പ്രപഞ്ചം മുഴുവനും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാർവത്രിക ഭാഷയുണ്ട്. അത് ഗണിതശാസ്ത്രത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെയുമായിരുന്നു. ആയതിനാൽ തന്നെ അവർ ആ സന്ദേശം ബൈനറി കോഡുകളിലായിരുന്നു തയ്യാറാക്കിയത്, 0കളിലും 1കളിലുമായി. ഇത് ഏറ്റവും ലളിതവും യൂണിവേഴ്സലുമായ ഒരു കമ്പ്യൂട്ടർ ഭാഷയാണ്. ഈ ബൈനറി ഡേറ്റയെ 23 വരികളും 73 നിരകളുമുള്ള ഒരു ചിത്രവുമായി ക്രമീകരിക്കുവാനും സാധിക്കും. 23 എന്നതും 73 എന്നതും
പ്രൈം നമ്പറുകളാണ്. അത് അന്യഗ്രഹ ജീവികൾക്ക് ഒരു പാറ്റേണായി തിരിച്ചറിയുവാനും എളുപ്പമാകും. ഈ ചിത്രത്തിൽ മനുഷ്യരാശിയും നമ്മുടെ സ്ഥാനത്തെയും കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളും അടങ്ങിയിരിക്കുകയും ചെയ്യുന്നു. സന്ദേശത്തിൻ്റെ മുകൾ ഭാഗത്തായി ഏറ്റവും അടിസ്ഥാനപരമായ ഗണിതശാസ്ത്രപരമായ വിവരങ്ങളായിരുന്നു. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ബൈനറി രൂപത്തിൽ നൽകിയിരുന്നു. ഒരു അന്യഗ്രഹ ജീവിക്ക് ഈ സന്ദേശം എത്തുകയാണെങ്കിൽ ഗണിതശാസ്ത്രപരമായ നമ്മുടെ ബോധം മനസ്സിലാക്കുവാനേ ഇതവരെ സഹായിക്കുകയും ചെയ്യുന്നു. അടുത്ത ഭാഗത്താകട്ടെ ജീവൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ ഹൈഡ്രജനും കാർബണും നൈട്രജനും ഓക്സിജനും ഫോസ്ഫറസും പോലെയുള്ള മൂലകങ്ങളുടെ ആറ്റോമിക് നമ്പറുകളായിരുന്നു. ഭൂമിയിൽ ജീവൻ രൂപം കൊള്ളുവാനായി അടിസ്ഥാനമായി മാറിയിട്ടുള്ളത് ഈ മൂലകങ്ങളായിരുന്നു എന്നവരെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു അവ. ഇതിനുശേഷം പിന്നീട് നൽകിയത് നമ്മുടെ DNA കുറിച്ചുള്ള അടിസ്ഥാനപരമായ വിവരണങ്ങളായിരുന്നു. ശേഷം സന്ദേശത്തിൻ്റെ മധ്യഭാഗത്തായി ഒരു മനുഷ്യൻ്റെ ലളിതമായ ചിത്രവും നൽകിയിരുന്നു. ഈ ചിത്രം ഒരു പുരുഷൻ്റെ രൂപമായിരുന്നു. അതിൻ്റെ വശങ്ങളിലായി ഒരു മനുഷ്യൻ്റെ ശരാശരി ഉയരം ബൈനറി ഉപയോഗിച്ച് രേഖപ്പെടുത്തുകയും ചിത്രത്തിൻ്റെ താഴെയായി 1974 ഭൂമിയിലെ മനുഷ്യൻ്റെ ജനസംഖ്യയും രേഖപ്പെടുത്തുകയും ചെയ്തു. അഞ്ചാമതായി നമ്മുടെ സൗരയൂഥത്തിനെക്കുറിച്ചുള്ള ചെറിയൊരു മാപ്പും ആറാമതായി ഈ സന്ദേശം അയച്ച അറൈസിബോ ടെലിസ്കോപ്പിൻ്റെ വളരെ ലളിതമായ ഒരു ചിത്രവുമായിരുന്നു. ഈ സന്ദേശം മനുഷ്യൻ അയച്ചതാകട്ടെ 25,000 പ്രകാശവർഷങ്ങൾ അകലെയുള്ള M13 എന്ന ഗ്ലോബുലർ ക്ലസ്റ്ററിലേക്കായിരുന്നു. ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഒരുമിച്ച് തിങ്ങിപ്പാർക്കുന്ന അവിടെ ഒരുപാട് നക്ഷത്രങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സിവിലൈസേഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് നമ്മൾ കരുതുകയും ചെയ്തു. എന്നാൽ ഒരു പ്രശ്നം അവിടെയുമുണ്ട്. ഈ സന്ദേശം M13 ഏകദേശം 25,000 വർഷങ്ങളെടുക്കും. അഥവാ അവർക്ക് ഈ സന്ദേശം ലഭിക്കുകയാണെങ്കിൽ അതിന് മറുപടി ഇവിടെ എത്തുവാനായി പിന്നെയും ഒരു 25,000 വർഷങ്ങളെടുക്കും. അതായത് ഒരു 50,000 വർഷങ്ങളെങ്കിലും കാത്തിരുന്നാൽ മാത്രമേ ഈ സന്ദേശത്തിന് ഒരു പ്രതികരണവും ഉണ്ടാകുകയുള്ളൂ. അറൈസിബോ സന്ദേശം അയച്ചതിന് ശേഷം ഒരു വലിയ ചർച്ച ആരംഭിക്കുകയുണ്ടായി. അന്യഗ്രഹ സിവിലൈസേഷനുകളുമായി നാം മനഃപൂർവ്വം ബന്ധപ്പെടുവാനായി ശ്രമിക്കുകയാണോ അതോ നിശബ്ദമായി കാത്തിരിക്കുകയാണോ വേണ്ടത്? പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ളവർ പല ശാസ്ത്രജ്ഞരും അന്യഗ്രഹ ജീവികളുമായി നമ്മൾ ബന്ധപ്പെടുന്നത് അപകടകരമാണെന്ന് വാദിക്കുകയുണ്ടായി. ഒരു പക്ഷേ നമ്മൾ ഭൂമിയിൽ ആദ്യമായി കണ്ടുമുട്ടുന്ന ഒരു സിവിലൈസേഷൻ മനുഷ്യ സമൂഹത്തോട് സൗഹൃദം കാട്ടുന്നവർ ആയിരിക്കുകയില്ല എങ്കിലോ? ഒരു പക്ഷേ ഈ പ്രപഞ്ചത്തിൽ അനേകം അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ സുരക്ഷയ്ക്കായി അവർ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒളിച്ചു ജീവിക്കുന്നതാണെങ്കിലോ? ഇതിന് മറുവാദമായി മറ്റൊരു കൂട്ടർ ഉന്നയിക്കുന്നതാകട്ടെ മനുഷ്യൻ്റെ ജിജ്ഞാസയും അറിവ് പങ്കിടുവാനുള്ള ആഗ്രഹവും പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വാഭാവികതയുടെ ഭാഗമാണെന്നും അന്യഗ്രഹ ജീവികൾ വളരെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ നമ്മുടെ സാന്നിധ്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാമെന്നും മറ്റൊരു കൂട്ടർ ഇതിനെ എതിർത്തുകൊണ്ടും വാദിക്കുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ ഈ സന്ദേശങ്ങൾ സ്വീകരിക്കുവാനായി ഒരു സിവിലൈസേഷൻ തന്നെ ഉണ്ടായിരിക്കണമെന്നില്ല. ഇനിയൊരു സിവിലൈസേഷൻ ഉണ്ടെങ്കിൽ തന്നെ അവയ്ക്കിത് ഡീകോഡ് ചെയ്യാൻ സാധിക്കണമെന്നുമില്ല. ഈ സന്ദേശം എന്നുള്ളത് മനുഷ്യൻ്റെ ഈ പ്രപഞ്ചത്തിനെക്കുറിച്ച് അറിയുവാനുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമാണ്. എന്താണ് ഈ പ്രപഞ്ചമെന്നോ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന കാലങ്ങളായി പിന്തുടരുന്ന മനുഷ്യനാ തുടർന്നു വരുന്ന ചോദ്യത്തിൻ്റെ ഭാഗം മാത്രമാണ് അറൈസിബോ സന്ദേശവും. സോ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്.
നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.